അത് 20 വർഷം അങ്ങനെ തന്നെ വീട്ടിലിരുന്നു. ഒരു ഏട് പോലും തുറന്ന് വായിക്കുകയുണ്ടായില്ല. പിന്നെ ഞാൻ ഭാഗവതം വായിച്ചു തുടങ്ങിയത് തന്നെ ഒരു 2017 കാലത്താണ്. അത് മൂത്ത ഏട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് വായിച്ചു തുടങ്ങിയത്. അങ്ങനെ വായിച്ചു തുടങ്ങി തപ്പിപ്പിടിച്ച മൂലം കുറേശ്ശെ വായിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാലും ഇപ്പോൾ ഈ ഒരു പുസ്തകം കയ്യിലിട്ടല്ലോ അതൊന്ന് നോക്കാം എന്നുള്ള നിലയിൽ 19 തൊട്ടിട്ടാണ് ഞാനത് കുറേശ്ശെയായിട്ട് വായിച്ചു തുടങ്ങിയത്. പിന്നെ നിത്യപാരായണമില്ല, നിത്യപാരായണം മൂലമാണ്. എന്നാലും പിന്നെ വിവർത്തനം സാധാരണ വായിക്കും. അതൊരു നിയമമായിട്ട് കാലത്ത് കുറിച്ച് വന്ന് വായിക്കുക എന്നുള്ള നിയമം വെച്ചിട്ടില്ല എന്ന് മാത്രം. അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മഹാകവിയുടെ ഈ ഗ്രന്ഥം വരുന്നതിന് ഒരു 35 കൊല്ലം മുമ്പ്, അത് പറയാതെ കണ്ടിരുന്നാൽ അതൊരു ഗുരുത്വദോഷമാവുന്ന ആളുകൊണ്ട് മാത്രം പറയാണ്. അത് 1963 TS തിരുമുമ്പ്, സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഇതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിന് വൃത്താനുവൃത്തായിട്ടുള്ള ഒരു മലയാള തർജ്ജമ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ദേവീ ഭാഗവതമാണ് പ്രസിദ്ധം. അത് പല ദിക്കിലും എല്ലാവർക്കും അറിയാമെന്ന്. പക്ഷെ ഇങ്ങനെയൊരു ഭാഗവതത്തിന് ഒരു തർജ്ജമ ഉണ്ടെന്ന് അധികം പേർക്ക് അറിയില്ല. എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരാൾ ആ ബുക്ക് വാങ്ങണമെന്നും വായിക്കണമെന്നും നിർദ്ദേശിച്ചതിന് ശേഷമാണ് ഞാനത് വായിച്ചത്. അത് അക്കിത്തത്തിൻ്റെ ഭാഗവതം വായിച്ച് തുടങ്ങി അതൊക്കെ അവസാനിപ്പിച്ചിട്ട് 2 ആവർത്തി കഴിഞ്ഞ പിന്നെയാണ് തിരുമുമ്പിൻ്റെ അന്വേഷിച്ച് പിടിച്ച് ആ ബുക്ക് സ്റ്റാളിൽ പോലും ചെന്ന് കഴിഞ്ഞാൽ അവർ തിരുമുമ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ ദേവി ഭാഗവതം കിട്ടുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവിടെ ഔട്ട് ഓഫ് പ്രിന്റ് ആയിരുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ വേറെ ഏതോ ഒരു ഡിപ്പോയുടെ ടൈമിൽ നിന്ന് വരുത്തി കൊണ്ടുവന്നു. അന്നോട്ടത് വായിച്ചു. അത് വായിച്ച് എന്താ പറയുക അവസാനിപ്പിച്ചു. ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എന്തത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ പലതും വായിക്കുന്നത് നമ്മൾ മൂലത്തിലേക്ക് എത്താനാണ്. ഈ ഭാഗവതത്തിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഓരോ തർജ്ജമകളും. ഇപ്പോൾ അക്കിത്തത്തിൻ്റെ ആയിക്കോട്ടെ, അത് തിരുമുമ്പിൻ്റെ ആയിക്കോട്ടെ, എഴുത്തച്ഛൻ്റെ ആയിക്കോട്ടെ, പിന്നെ ഗദ്യകൃതികൾ നമ്മുടെ സ്വാമിയുടെ പേരെന്താ, അല്ല സ്വാമിയെ സിദ്ധിദാനന്ദ സ്വാമിയുടെ തർജ്ജമയായിക്കോട്ടെ, അതൊക്കെ മഹാഗംഭീരായിട്ടുള്ള തർജ്ജമകളാണ്. അതെല്ലാം വായിക്കുന്നത് നമ്മൾ മൂലത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. മൂലത്തിന്റെ പ്രാധാന്യം മൂലത്തില് മഹാമന്ത്രങ്ങളാണ്. നമ്മൾ മന്ത്രങ്ങൾ ഒരിക്കലും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജയുണ്ട്, എല്ലാ വിധത്തിലുള്ള എന്താ പറയുക യാഗങ്ങള് യജ്ഞങ്ങളുണ്ട്. അതിലൊന്നും നമ്മൾ തർജ്ജമ ചെയ്ത മന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല. മന്ത്രങ്ങൾക്ക് ഒരു ശക്തി ഉണ്ടല്ലോ. അത് മന്ത്രങ്ങള് ഋഷിമാരെ ദർശിച്ചതാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ മന്ത്രദ്രഷ്ടാക്കളാണ് ഋഷികൾ എന്ന് പറയുന്നു. ആ മന്ത്രങ്ങൾ ഒരിക്കലും നമ്മൾ തർജ്ജമ ചെയ്ത് ഒരു യാഗത്തിനോ ഒരു പൂജയ്ക്കോ ഒരു ഈശ്വരകാര്യത്തിനോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾക്ക്, ഇപ്പൊ ഒരാൾ മരിച്ചു സംസ്കരിക്കുകയാണ്, ഒരു പുണ്യാഹം അല്ലെങ്കിൽ ഒരു അന്നപ്രാശനം, ഇങ്ങനെ ഉപനയനം, ഇങ്ങനെയുള്ള യാതൊരു കർമ്മങ്ങളിലും നമ്മൾ തർജ്ജമ ചെയ്ത പിന്നെ എന്താ പറയാ അതിന്റെ കാവ്യങ്ങൾ ഉപയോഗിക്കാറില്ല, അതിന്റെ മന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല. മന്ത്രങ്ങൾ എപ്പോഴും മൂലം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ശ്രീമദ് ഭാഗവതത്തില് അനവധി മന്ത്രങ്ങളുടെ ഒരു സമുച്ചയമാണത്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ കോണിപ്പടികളാണ് അക്കിത്തത്തിൻ്റെ തർജ്ജമയായാലും തിരുമുമ്പിന്റെ തർജ്ജമയായാലും അങ്ങനെയുള്ള അനവധി തർജ്ജമകൾ. നിങ്ങളെല്ലാവരും നാരായണീയം പലവട്ടം വായിക്കുന്നവരാണ്. ഒരു ക്ഷേത്രത്തിലും നാരായണീയം പിന്നെ എത്രയോ തർജ്ജമയുണ്ട്. വീട്ടിൽ തന്നെ ഒരു 5 തർജ്ജമയുണ്ട്. എല്ലാം വൃത്താനുവൃത്താണ് മലയാളത്തിൽ. ഒരാളും ഇങ്ങനെ വൃത്താനുവൃത്താണെങ്കിലും ആ നാരായണീയ പാരായണമൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനാണ് മൂലത്തിന്റെ ഒരു പ്രാധാന്യം വളരെ അധികമാണ്. മൂലം തന്നെ നമ്മൾ പാരായണം ചെയ്യുന്നത്